ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്തെങ്കിലും ടെലിവിഷൻ പരിപാടികളിലൊക്കെ പലപ്പോഴും ടൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരിക്കലും വിടാൻ പറ്റാത്ത പാട്ടാണല്ലേ. ചിലർക്ക് പറയാറുണ്ട് ഇങ്ങനെ, ഈ മ്യൂസിക് സത്യനന്ദിക്കാടുമായിട്ട് ചേർന്ന് നിന്ന് പാട്ടുകൾ ചെയ്ത സമയത്ത് വയലേലകളിലും പച്ചപ്പിലും ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഭരതനും പത്മരാജനുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ ഇതങ്ങ് വിണ്ണിലെത്തിച്ചു എന്നുള്ളതാണ്. മണ്ണിൽ നിന്ന് പാട്ടിനെ വിണ്ണിലേക്ക് എത്തിച്ചു, ദേവലോകത്തെത്തിച്ചു എന്ന് പറയുന്ന കുറെ പാട്ടുകളാണ് അവരുടെ. ഭരതൻ പത്മരാജൻ ആരവത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ തുടങ്ങിയതാണ്. ആ സമയത്ത് ആരവത്തിൽ എനിക്ക് തോന്നുന്നു ഔസേപ്പച്ചൻ സാറും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, BGM ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ പടങ്ങൾക്കും പാട്ടുകൾക്കും പത്മരാജൻ സാറും ഭരതൻ സാറും ഉപയോഗിച്ചിട്ടുണ്ട്. പാട്ട് മാത്രമല്ല, BGM-ന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്ത കാലമാണ്. അവരെ കുറിച്ച് എന്തൊക്കെയാ അഭിപ്രായം പറഞ്ഞിരുന്നത്? അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ചേട്ടനും ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള മട്ടിൽ പറയുമായിരുന്നു. ഭരതേട്ടന് പിന്നെ മ്യൂസിക് ഭയങ്കര താല്പര്യമുള്ള ഇതായിരുന്നു, അറിയാമായിരുന്നു, നോളജ് ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും നോളജ് ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതിനൊക്കെ കൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോൺസൺ മാഷിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ട് നമുക്ക് സിനിമ ഏതാണെന്ന് തിരിച്ചറിയുന്ന അങ്ങനത്തെ സിനിമകളുണ്ട്. മൺചിത്രത്താഴ് പോലെ. മൺചിത്രത്താഴ് BGM ഒരുപാടുണ്ട്. പക്ഷേ ഭരതൻ പത്മരാജൻ ടീമിന്റെ കൂടെ ചെയ്തപ്പോൾ ഏറെക്കുറെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പറയാമോ? പവിഴമ്പോൾ അത് ഇഷ്ടമാണ്. അതിലെ 2 പാട്ടും ആകാശമാകെയും ഭയങ്കര നല്ല പാട്ടായിരുന്നു. അത് മോള് പാടുമായിരുന്നു, ആകാശമാകെ. ആകാശമാകയെ കുറിച്ച് ശരിക്കും ബിജി ബാലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി ആകാശം കാണാത്തൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവളെങ്ങനെ മുറിയിൽ അടച്ച്, ഇല്ലെങ്കിൽ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്തുകയായിരുന്നു. പെട്ടെന്ന് തുറന്നു വിട്ടപ്പോൾ പുറംലോകം കാണിക്കാൻ വേണ്ടി അയാൾ കൊണ്ടുപോകുമ്പോഴാണ് ഹൈയിലൊരു പാട്ട്. ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോൾ വരൂ, പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ, ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോയി വരൂ. ഈ സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്ന ഏതോ ഋതുഭാവങ്ങൾ, ഭയങ്കര രസമുള്ളൊരു കോൺസെപ്റ്റും കൂടെയാണ്. ദൂരം ദൂതിനു പോയേ കാനനമൈനേ കൂട്ടിനു നീയോ, ദൂരം ദൂതിനു പോയേ കാനനമൈനേ കൂട്ടിനു നീയോ, ഓടവില്ലമേട്ടാൻ മീനത്തുമ്പി നീവാ, പീലി കാവടിയാടി പോഞ്ചോലക്കുളിരായി നീവാ. ONV സാറിന്റെ ഇപ്പൊ പവിഴമ്പോൾ പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, ഭരതോടും ഭരതൻ മിന്നാമിനി കിട്ടും. അത് ഭയങ്കര രസമുള്ള പാട്ടല്ലേ. എനിക്ക് തോന്നുന്നു അമ്മ വന്നതിന് ശേഷമാണ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്നത്. അതെ, അപ്പൊ ആദ്യം കിട്ടിയത് ഓർമ്മയ്ക്കായിരുന്നു. അതെ, ഓർമ്മയ്ക്കായില്ലേ, ഭരതന്റെ അവിടെ ബാലേന്ദ്രമേനോനാ പറഞ്ഞത്. കുഞ്ഞായി കഴിഞ്ഞിട്ടാണ് അവാർഡ് കിട്ടിയെങ്കിൽ അത് കുഞ്ഞിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ റാണിയുടെ ഭാഗ്യമാണ്. കല്യാണം കഴിഞ്ഞ വർഷം തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയത് മറക്കൂല. മമ്മൂട്ടിയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എവിടെ പോയിട്ട് വന്നിട്ട് അപ്പൊ ഫോൺ വന്നപ്പോ ഞാൻ എടുത്തത് ഫോൺ. അപ്പൊ ആരാണ് സംസാരിക്കണെന്ന് വെച്ചപ്പോ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതേ ചേട്ടാ ഏതൊരു മമ്മൂട്ടി വിളിക്കാം, എനിക്കറിയില്ലല്ലോ, മമ്മൂട്ടി അങ്ങനെ വീട്ടിലേക്കൊന്നും വിളിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ചേട്ടൻ പറഞ്ഞത് തനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയാൻ വിളിച്ചതാണെന്ന്. പൊന്തന്മാടയ്ക്ക്. അതെ. അത് കഴിഞ്ഞിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പിറ്റേ വർഷം കിട്ടുന്നത്. അതെ, സുഹൃതത്തിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുമായിരുന്നു, നിറയെ പേര് വിളിക്കുമായിരുന്നു. നേരം വിളക്കോളം ഫോൺ കോളായിരുന്നു അന്ന്. നാട്ടിൽ നിന്നൊക്കെ എല്ലാരും വിളിച്ച്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കൾട്ട് ആയി മാറിയിട്ടുള്ള മ്യൂസിക്കുകൾ ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തൂവാനത്തുമ്പികൾ പറയുമ്പോഴും വന്ദനം പറയുമ്പോഴും ചിത്രം, താളവട്ടം, അതേപോലെ തന്നെ മണിച്ചിത്രത്താഴ്,
മണിച്ചിത്രത്താഴ് ഇപ്പോൾ വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ നിറഞ്ഞത് വീണ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ശബ്ദമില്ലേ, മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ അമ്പരന്നിട്ടുണ്ടായിരുന്നു. അത്രയാ, വീണ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, വീണ വെച്ച് പേടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. മണിച്ചിത്രത്താഴിന്റെ റീ റിലീസിനെ കണ്ടായിരുന്നു, പടം കണ്ടായിരുന്നു? കണ്ട്. അപ്പൊ മോള് പറയായിരുന്നു, അവള് സ്റ്റെല്ല മാർസിലെ ഹോസ്റ്റലിൽ നിൽക്കണ പിള്ളേര് രാത്രി ഈ മ്യൂസിക് ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പേടിപ്പിക്കണേന്ന്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇത് MG രാധാകൃഷ്ണൻ സാർ തന്നെ ചെയ്തതാ. പക്ഷെ നമ്മളെ വീണ മീട്ടി പേടിപ്പിച്ചിട്ടുള്ള ഒരേ ഒരാള് ജോൺസൺ മാഷായിരിക്കും. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, ഭാസ്കര മാഷ് എഴുതിയ പാട്ട്. ആ പാട്ട് ചേട്ടൻ ലിറിക്സ് കിട്ടിയിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് 2 ദിവസം ഒരാഴ്ചയോളം നടന്നു വന്ന്, ഇതെങ്ങനെ പാട്ടായിട്ട് എങ്ങനെ തുടങ്ങുമെന്ന് അറിയണില്ല, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ അതിന് മുമ്പിൽ എന്തൊക്കെയോ ഉണ്ടെന്നല്ലേ. അപ്പൊ എങ്ങനെ തുടങ്ങും, എങ്ങനെ ഇത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിൽ കുറച്ച് ദിവസം നടന്നു വന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്യൂൺ ഉണ്ടായത്. അത് പറഞ്ഞിട്ടുണ്ട് എന്നോട്. പിന്നെ അതുപോലെ കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുക, ആ സത്യന്റെ പാട്ട്. അത് ചേട്ടൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ഓടി വന്നിട്ടാണ് ആ ട്യൂൺ റെക്കോർഡ് മൂളി വെച്ചത്. ശരിക്കും ONV സാറ് എഴുതുന്നതിന് തൊട്ട് മുമ്പ് പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് പറയുന്ന അതേ മീറ്ററിൽ ഒരു സാധനം വേണം എന്ന് സത്യനന്ദിക്കാട് സാറ് പറഞ്ഞു. ആദ്യം കുറച്ചുകൂടെ പാടുള്ളൊരു പാട്ടാണ് എഴുതിയത് അത്രേ ONV സാറ്. അപ്പോൾ സാറിനോട് പറയാൻ മടിയുണ്ടായിരുന്നെങ്കിലും ഇങ്ങ് കയറി പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ള ടീച്ചർ പഠിപ്പിക്കുന്നതായിരുന്നല്ലോ ആ പാട്ട് ആ സിനിമയിൽ. അപ്പോൾ അത് രസമുള്ളൊരു സാധനമായിരുന്നു. താഴ്വാരത്തിൽ ശരിക്കും തുകൽ കൊണ്ടുള്ള ചില മ്യൂസിക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താഴ്വാരം നമുക്ക് ഇനി ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത പടങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത്രയും ക്ലാസിക്കാണ്. അവിടുത്തെ ഒരു ലാൻഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ആ പടത്തിനകത്തുണ്ട്. അസാധ്യമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു പടമാണ് താഴ്വാരം. താഴ്വാരം പടം ഇഷ്ടമാണോ? ഓർമ്മയുണ്ടോ അത് പടം തിയേറ്ററിലേക്ക് കണ്ടത്? അവിടെ പ്രീവ്യൂ ഇടുമ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ചേട്ടൻ്റെ പടങ്ങളിടുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. അന്ന് കണ്ടപ്പോ എന്താണ് താഴ്വാരം പടത്തെ കുറിച്ച് ഫീൽ? ഞാനിപ്പോഴും താഴ്വാരം കണ്ടത് ഓർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ONV സാറിന്റെ പാട്ടുകളെ കുറിച്ച് ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, ആ പാട്ട് പോലെ തന്നെ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം, ആ സാധനത്തിന് ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളുണ്ട് ലതിക ടീച്ചർ പാടിയിട്ടുള്ള. ചോഴിക്കും മക്കൾക്കും തായോ നാവോറ് പാടണ കന്നി മൺകുടവും വീണയുമായി നീ എന്തേ വന്നില്ല, പൊന്നോണം പോയല്ലോ, ഒരു നില മുഴുതതിൽ മുതിര വിതച്ചേ അതിലൊരു പകുതിയും ഒരു കിളി തിന്നേവോ. ഈ പാട്ട് എഴുതാൻ സമയത്ത് ഭരതൻ സാർ പറഞ്ഞതായിട്ട് പറയുന്നത് പച്ചമഞ്ഞൾ മുറിക്കുമ്പോഴുള്ള ഒരു മണവും സുഗന്ധമുള്ള ഒരു 2 പാട്ടുകൾ വേണമെന്നാണ്. അങ്ങനെയാണോ ONV ഈ 2 പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞു. അതും കൂടെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു കുളിര് തോന്നുന്ന ഒരു സാധനമില്ലേ.